ഹലോ എവരിവൺ. ഇന്നലെയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത്. ആ റിസൾട്ട് വന്നതിന് ശേഷം ഇനി ഐസറിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയായിരിക്കും, അതുപോലെ എന്തൊക്കെയാണ് കൗൺസിലിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ താഴെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ കാറ്റഗറി, അവരുടെ റാങ്കും വെച്ചിട്ട്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ OBC NCL കാറ്റഗറിയിൽ പെട്ടൊരു സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ റാങ്ക് ഇത്രയാണ്, എനിക്ക് ഐസർ തിരുവനന്തപുരത്ത് അഡ്മിഷൻ കിട്ടുമോ, ഐസർ പൂനെയിൽ അഡ്മിഷൻ കിട്ടുമോ? ചില ആളുകൾ ചോദിക്കുന്നത് എനിക്ക് ഐസറിലെ അഡ്മിഷൻ കിട്ടാൻ ഈ റാങ്ക് മതിയോ എന്നാണ്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് കമന്റ്സ് ഇതുപോലെ വന്ന് കിടക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ഒരു കമന്റ്സിനും തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് ഈ ഒരു കാര്യത്തിനുള്ള ഒരു മറുപടി കിട്ടുക എന്ന് പറയുന്നത്. സോ അതിനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് കമന്റ് ചെയ്യാതിരുന്നത്. ആൻഡ് ഇനി ഈ ഒരു കട്ട് ഓഫ് മാർക്ക്, അതായത് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചാണ് എല്ലാവരുടെയും കൺസേൺ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കട്ട് ഓഫ് മാർക്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2023 കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്കുമായിട്ടുള്ളൊരു കമ്പാരിസൺ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നടത്താൻ പോകുന്നത്. അപ്പം ഈ ഒരു കട്ട് ഓഫ് മാർക്കിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒഫീഷ്യൽ ആയിട്ട് കട്ട് ഓഫ് മാർക്ക് ഈ ഒരു വർഷം പബ്ലിഷ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഒരു ഒഫീഷ്യൽ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു കഴിഞ്ഞ വർഷത്തെ എന്നുള്ളത് ഈ ചാനലിലൂടെ പറയണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം നമ്മൾ ഒരു സോഴ്സിൽ നിന്നാവണം, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാവണം നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അത് കളക്ട് ചെയ്യാനും കുറച്ച് സമയം എടുത്തു. ആൻഡ് കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഐസർ അഡ്മിഷൻ പോർട്ടലിൽ, ഐസറിന്റെ അഡ്മിഷൻ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട്, നോട്ടീസ് ആയിട്ട് കൊടുത്ത കട്ട് ഓഫ് മാർക്കിന്റെ ഡാറ്റയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് കിട്ടിയ റാങ്കിനനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ ഡാറ്റ പ്രകാരം നിങ്ങൾക്ക് ഏത് ഐസറിലാണ് കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ടും കൂടെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ എൻ്റർ ചെയ്യാണ് വീഡിയോയിലേക്ക്. എത്ര റൗണ്ടുകളാണ് ഈ പറയുന്ന അലോക്കേഷന് വേണ്ടി അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണ്ടി ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം 2023 അഡ്മിഷന് 8 റൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 8 റൗണ്ടുകളിലുള്ള ക്ലോസിംഗ് റൗണ്ട്, ഇപ്പൊ ഒന്നാമത്തെ റൗണ്ട്, അങ്ങനെ 1 മുതൽ 8 റൗണ്ട് വരെയുള്ള ക്ലോസിംഗ് റാങ്ക് ഞാൻ ആ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഏത് റൗണ്ടാണ് അനലൈസ് ചെയ്യേണ്ടത്? 8ാമത്തെ റൗണ്ട്, അല്ലെ? 8ാമത്തെ റൗണ്ടിൽ ഫൈനലി ലാസ്റ്റ് റൗണ്ടിൽ ആർക്ക് ഏതൊക്കെ റാങ്കിന് ഏതൊക്കെ കാറ്റഗറിക്ക് എവിടേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം 8 റൗണ്ടിന്റെയും ഡാറ്റ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ഇതാണ് റൗണ്ട് 1 ഡാറ്റയാണ് നിങ്ങൾ ഇപ്പം സ്ക്രീനിൽ കാണുന്നത്. ആൻഡ് റൗണ്ട് 2 ഡാറ്റയാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രമാണ് കാണിക്കുന്നത്. നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന 8ാമത്തെ റൗണ്ടിൽ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ്. ദിസ് ഈസ് റൗണ്ട് 3. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇതാണ് റൗണ്ട് 4 എന്ന് പറയുന്നത്. ഇനി റൗണ്ട് 5ന്റെ ക്ലോസിംഗ് റാങ്ക് ആണ് നിങ്ങൾ ഇപ്പം സ്ക്രീനിൽ കാണുന്നത്. ഇതാണ് റൗണ്ട് 6ന്റെ ക്ലോസിംഗ് റാങ്ക്. ആൻഡ് ഇതാണ് റൗണ്ട് 7ന്റെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നോക്ക്, ഇത്രയും 7 റൗണ്ടുകൾ കഴിഞ്ഞ് 8 റൗണ്ട് കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ചില ഐസറുകളിൽ, എസ്പെഷ്യലി ഐസർ പൂനെ, ഐസർ കൊൽക്കത്തയൊക്കെ ആദ്യം തന്നെ ഫില്ലാവും. അതൊക്കെ 5 റൗണ്ടുകളെ നടന്നിട്ടുള്ളൂ. പിന്നെ ഫർദർ അലോക്കേഷൻ അവിടെ സീറ്റുകളില്ല, അല്ലെ? അപ്പൊ അതും നമുക്ക് അടുത്ത ഭാഗത്ത് പറയാവുന്നതാണ്. ഇനിയാണ് ഒരു സ്റ്റുഡന്റിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റ ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്നത്. റൗണ്ട് 8ലുള്ള അനാലിസിസ് ആണ്. അപ്പൊ നോക്ക്, റൗണ്ട് 8ല് നമ്മൾ ഓരോ ഐസറിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കട്ട് ഓഫ് റാങ്ക് എത്രയാ വന്നത്, ക്ലോസിംഗ് റാങ്ക് എത്രയാ വന്നത് എന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഐസർ ബെർഹംപൂരിലാണ്. ബെർഹംപൂരില് ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരാളുടെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 3434 ആണ്. OBC NCL കാറ്റഗറിയിൽ 5586 ആണ് കാറ്റഗറി റാങ്ക് കഴിഞ്ഞ വർഷം പോയത്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ഒരാളായിരുന്നെങ്കിൽ 707 ആണ് അവസാനത്തെ റാങ്ക്. ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ 309. ഇനി EWS ആണെങ്കിൽ, എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള ആളുകളാണെങ്കിൽ 521 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക്. ഇനി ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ
ആളുകൾ ഇവിടെ ഈ റൗണ്ടിൽ എൻറ്റർ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കാറ്റഗറിയിൽ പെട്ട ആളുകളുടെയൊക്കെ അലോക്കേഷൻ റൗണ്ട് 1 തന്നെ, അല്ലെങ്കിൽ റൗണ്ട് 1 ബർഹംപൂര് റൗണ്ട് 1 തന്നെ എൻറ്റർ ആയിട്ടുണ്ട്. അതിനുശേഷം റൗണ്ട് 2 കയറിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ റൗണ്ട് 3 ആണെങ്കിലും റൗണ്ട് 4 ആണെങ്കിലും ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ അതോട് കൂടിയിട്ട് അവിടെ സീറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഫർദർ റൗണ്ട്സിൽ എൻറ്റർ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അതേപോലെ തന്നെയാണ് കാശ്മീരി മൈഗ്രൻസിന്റെ കാര്യവും. ഒരുപാട് ഭാഗത്ത് കാശ്മീരി മൈഗ്രൻസ് ഫില്ലല്ലാതെയാണ് കിടക്കുന്നത്. അതൊക്കെ അതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചാൽ അതിന്റെ മുന്നേ തന്നെ ഫില്ലായി പോയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി കാശ്മീരി മൈഗ്രൻസ് ആണെന്നുണ്ടെങ്കിൽ 40 ആണ് റാങ്ക് വന്നത് കഴിഞ്ഞ വർഷത്തെ ബർഹംപൂരിൽ ഐസറിലേക്കുള്ള ക്ലോസിംഗ് റാങ്കിന്റെ കാര്യം പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഐസർ ഭോപ്പാല് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് റാങ്ക് വന്നത് ജനറൽ കാറ്റഗറിക്ക് 2609 ആണ്. ഇനി OBC NCL കാറ്റഗറിക്ക് 1305 ആണ് വന്നത്. SC 600, ST 297, EWS 346. PWDയും KM-ഉം നിങ്ങൾ ജസ്റ്റ് അതായത് ഈ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ അഡ്മിഷൻ നോക്കി 8ാമത്തെ റൗണ്ട് വരെ നീണ്ടു നിന്നിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ സെക്ഷനിലാണുള്ളത്. ഞാൻ അതിന്റെ എല്ലാം ഡാറ്റ, അതിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് ആരെയാണ്? അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഐസർ കൊൽക്കത്തയാണ്. ഐസർ കൊൽക്കത്തയിൽ നോക്ക്, ജനറൽ കാറ്റഗറിയിൽ പെട്ട ആള് ഈ റൗണ്ടിൽ വന്നിട്ടില്ല. അപ്പൊ നോക്ക്, കഴിഞ്ഞ റൗണ്ടിൽ വന്ന ആൾക്കാരെ നോക്കാം. കഴിഞ്ഞ റൗണ്ടിൽ വന്ന റൗണ്ട് 7 വന്ന ഐസർ കൊൽക്കത്തയില് ജനറൽ സീറ്റ് ഫില്ല് ആയിട്ടുണ്ട്. എത്രയാണ് റാങ്ക് വന്നത്? 1801 ആണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഐസർ കൊൽക്കത്തയില് ലാസ്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്ത റാങ്ക് എന്ന് പറയുന്നത് 1801 ആണ് ഒരു ജനറൽ കാറ്റഗറിക്ക്. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് OBC ആണെന്നുണ്ടെങ്കിൽ 935 ആണ്. ആൻഡ് SC ആണെന്നുണ്ടെങ്കിൽ 364 ആണ്. ST ആണെങ്കിൽ 217 ആണ്. ആൻഡ് EWS ആണെങ്കിൽ 228 ആണ്. ഐസർ കൊൽക്കത്തയുടെ ഡാറ്റയാണ് പറയുന്നത്. സോ കമ്പാരിറ്റീവ്ലി ഏറ്റവും ആദ്യം ഫില്ലാവുന്ന ഒരു ഐസർ ആണ് കൊൽക്കത്ത. ഏറ്റവും പെട്ടെന്ന് ഫില്ലാവുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് ഐസർ പൂനെയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഐസർ മൊഹാലിയാണ് നോക്കുന്നത്. അപ്പൊ ഐസർ മൊഹാലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഒരാൾക്ക് 2229 റാങ്കിനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് വന്നത്. ആൻഡ് OBCയിൽ പെട്ട ഒരാളാണെങ്കിൽ 1338, 550 ആണ് ലാസ്റ്റ് SC സ്കോർ റാങ്ക് വന്നിട്ടുള്ളത്. ഇനി ST ആണെന്നുണ്ടെങ്കിൽ 7ാമത്തെ റൗണ്ടിലെ ഫില്ലായി പോയി 256 ആണ് വന്നിട്ടുള്ളത്. EWS കാറ്റഗറി ആണെങ്കിൽ 356. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെയും കാശ്മീരി മൈഗ്രൻസും ഒക്കെ ഞാൻ പറഞ്ഞു. അത് എല്ലാ പ്രാവശ്യവും എടുത്ത് പറയുന്നില്ല. ജസ്റ്റ് ഞാൻ അതിലേക്കുള്ള ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതിലെ പെട്ട ഒരാളാണെങ്കിൽ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കാം. ഓക്കെ, ഇനി ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യുന്ന ഐസർ ആയിട്ടുള്ള ഐസർ പൂനെയിലെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് ജനറൽ കാറ്റഗറിയിൽ നോക്ക്, 8ാമത്തെ റൗണ്ടിൽ ഒരാളും തന്നെ ഐസർ പൂനെയിൽ വന്നിട്ടില്ല, ഇവിടെ നിന്നിട്ടില്ല. കാരണം എന്താ? ഇതിന്റെ മുന്നേ ഉള്ള പ്രീവിയസ് റൗണ്ടിൽ തന്നെ ഐസർ പൂനെ ഫില്ലായിട്ടുണ്ട്. നോക്കാം നമുക്ക്. അതായത് ഐസർ പൂനെ നോക്കാം, 6ാമത്തെ റൗണ്ടിൽ വന്നിട്ടില്ല, 7ാമത്തെ റൗണ്ടിൽ വന്നിട്ടില്ല. ഏത് റൗണ്ടിൽ മാത്രമേ വന്നിട്ടുള്ളൂ? 5ാമത്തെ റൗണ്ടിലേ വന്നിട്ടുള്ളൂ. അതായത് ഐസർ പൂനെയില് 5ാമത്തെ റൗണ്ടില് ഫില്ലായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെ റാങ്കുകളിലാണ് ക്ലോസിംഗ് റാങ്ക് വന്നതെന്ന് നോക്കാം നമ്മള്. അപ്പൊ ജനറൽ കാറ്റഗറിയിൽ 717 ആണ് ക്ലോസിംഗ് റാങ്ക് വന്നത്. ആൻഡ് OBC കാറ്റഗറി ആണെങ്കിൽ 371, SC 266, ST 65, EWS 142, PWD 82 ആൻഡ് കാശ്മീരി മൈഗ്രന്റ് 12. അതാണ് ഐസർ പൂനെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഐസർ ഏതാ എന്ന് ചോദിച്ചാൽ ആരാണ്? ഐസർ പൂനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഐസർ തിരുപ്പതിയുടെ റാങ്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസർ തിരുപ്പതിയില് ജനറൽ കാറ്റഗറിയിൽ 3290 ആണ് കഴിഞ്ഞ വർഷം അവസാനമായിട്ട് വന്നത്. OBC 1446, SC 709, ST ഇതിന്റെ മുന്നേ ഉള്ള റൗണ്ടിലായിരിക്കും വന്നത്. അപ്പൊ ST നമ്മൾ നോക്കുകയാണെങ്കിൽ 302 ആണ് വന്നത്. ആൻഡ് EWS വന്നത് 527 ആണ്. ക്ലിയർ ആണല്ലോ?
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഐസർ തിരുവനന്തപുരത്തിന്റെ നമുക്ക് നോക്കാം. ഐസർ തിരുവനന്തപുരത്തിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്ലോസിംഗ് റാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരാള് 2965 കഴിഞ്ഞ വർഷം വന്നത്. OBC 1241, SC 687, ST 304, EWS പെട്ട കാറ്റഗറി 456 വന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ 7 ഐസറുകളാണ്. ഈ 7 ഐസറുകളിലുള്ള BSMS പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് റാങ്ക് ആണ്. ഇനി താഴെയുള്ളത് എഞ്ചിനീയറിംഗ് സയൻസും എക്കണോമിക് സയൻസും ആണ്. അത് ഐസർ ഭോപ്പാലിൽ മാത്രമുള്ള കോഴ്സാണ്. BSMS അല്ല, ഒരു BS ഡിഗ്രി നൽകുന്ന കോഴ്സാണ്. അപ്പം അതും വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഭോപ്പാലിൽ മാത്രമേ ഉള്ളൂ. ഐസർ ഭോപ്പാലിലെ എഞ്ചിനീയറിംഗ് സയൻസിൽ ജനറൽ കാറ്റഗറിക്ക് വന്ന ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 2173 ആണ്. OBC 622, SC 384, ST 225, EWS ഇതിന്റെ മുന്നേ ഫില്ലായിട്ടുണ്ട്. EWS ഇതിന്റെ മുന്നത്തെ റൗണ്ടുകളിൽ ഫില്ലായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. EWS ആക്ച്വലി ഇതിന് ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ ഫില്ലായിട്ടുണ്ട്. 147 ഫില്ലായി പോയത്. ഓക്കെ, ഇനി എക്കണോമിക് സയൻസ്, ഐസർ ഭോപ്പാലുള്ള എക്കണോമിക് സയൻസിന്റെ ക്ലോസിംഗ് റൗണ്ട് റാങ്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജനറൽ കാറ്റഗറിയിൽ 3086 റാങ്ക് വന്നത്. OBC NCL 1085, SC 577, ST 260 ആൻഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ പെട്ട ആളുകൾക്ക് 253 ക്ലോസിംഗ് റാങ്ക് വന്നത്. അപ്പം ഇനി നിങ്ങൾ കഴിഞ്ഞ വീഡിയോക്ക് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു റൗണ്ട് 8ന്റെ അനാലിസിസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നടത്തിയാൽ മനസ്സിലാവും. നിങ്ങളുടെ റാങ്ക് ഇതിന്റെ അകത്ത് ഏതാണ് വരുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ കാറ്റഗറി ഏതാന്നുള്ളത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ റാങ്ക് ഏതാന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷമായിരുന്നു നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നത് എങ്കിൽ ഏത് ഐസറിൽ കിട്ടിയേനെ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ശരിയാണല്ലോ? പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കാം, 2023 കോമ്പറ്റീഷൻ 2024 കൂടിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ എല്ലാ വർഷവും ഒരേ റാങ്ക് തന്നെയാണ് എല്ലാ ഐസറിലും കയറുക എന്ന് പറയാൻ പറ്റൂല. എല്ലാ വർഷവും ഡിമാൻഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഐസറുകളും പുതിയ പുതിയ കോഴ്സുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പ്രത്യേക ഐസറുകളിലേക്ക് ട്രെൻഡ് മാറാൻ സാധ്യതയുണ്ട്. എന്നാലും വലിയ വ്യത്യാസമൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും തന്നെ നമ്മൾ എടുത്ത് അത് അനലൈസ് ചെയ്തത്. ഏകദേശം ഒരു ധാരണ നമുക്ക് ഈ ഒരു അനാലിസിസിൽ നിന്നും കിട്ടുന്നതാണ്. സോ നിങ്ങളുടെ റാങ്ക് വെച്ച് ഏത് ഐസറിലേക്കാണ് നിങ്ങളെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഇനി നിങ്ങളുടെ മുന്നിലുള്ള ടൈം എന്ന് പറയുന്നത് ചോയ്സ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് അല്ലെ. നിങ്ങൾ കൊടുക്കുന്ന ഐസറിന്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ 7 ഐസറുകളാണുള്ളത്. അപ്പൊ എങ്ങനെയാണ് ആ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ തരുന്ന ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറയുക. അത് ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതായത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഏതാണ്, അതേപോലെ ഏത് ഐസറാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഈ 7 ഐസറുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അപ്പൊ അവിടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ നടത്തുന്ന കോൺവെർസേഷന്റെ ഒക്കെ ബേസിസിലായിരിക്കും ആ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത്. സോ അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ ഐസറിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സുകൾ തരാൻ വേണ്ടിയിട്ടും അത് ടൈംലി നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.